അസ്സലാമു അലൈക്കും. പലപ്പോഴും പല കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ മുറിവുകൾ, വളരെ ചെറുപ്പത്തിലെ അവരുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞുപോയ ചില വിഷമങ്ങൾ, പ്രയാസങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളാകട്ടെ, നമ്മുടെ കുടുംബത്തിലെ കുട്ടികളാകട്ടെ, പലപ്പോഴും കുടുംബ വഴക്കുകളിൽ ഏറ്റവും ശക്തി വരുന്നത്, ഏറ്റവും പ്രതികളാകുന്നത്, ഏറ്റവും വേദനിക്കുന്നത് ഇവിടെ ആ കുട്ടികളാണ്. പലപ്പോഴും കുടുംബ വഴക്കുകൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ദാമ്പത്യത്തിലാകട്ടെ മാതാവും പിതാവും തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുമ്പോൾ കുട്ടികളെ മാനസികമായി ബാധിക്കുന്നു. അതുപോലെ കുടുംബത്തിലാകട്ടെ, തൻ്റെ ഇളയപ്പയായിട്ടാകട്ടെ, മൂത്തപ്പയായിട്ടാകട്ടെ, ആരുമായിട്ടാകട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവിടെ കളിച്ചു വളരുന്ന കുട്ടികൾക്കാണ്. കാരണം ചില ആളുകൾ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, അറിവില്ലാത്ത, വിവേകം ഇല്ലാത്ത, ചിന്തിക്കാത്ത ചില ആളുകൾ ആ കുട്ടികളെയും അതേ കണ്ണിലൂടെ കാണും. പലപ്പോഴും നിങ്ങൾക്ക് കാണാറില്ലേ, സാമ്പത്തികപരമായി ബുദ്ധിമുട്ടി ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കളോട് ഇവർ ഈ നമ്മുടെ സമ്പത്തുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ പറയും, നിൻ്റെ പിതാവിന് ഒന്നും കയ്യില്ല, അല്ലെങ്കിൽ നിൻ്റെ മാതാവിന് ഇങ്ങനെയാണ്, നിൻ്റെ പിതാവ് ഇങ്ങനെയാണ്. പല കുറ്റങ്ങളും കുറവുകളും അവരെക്കുറിച്ച് പറയും. ഇൻഡക്റ്റ് ചെയ്യുക നമ്മൾ പറയില്ല, അങ്ങനെ ചെയ്യും കുറ്റപ്പെടുത്തലുകൾ. പക്ഷേ അതവർക്ക് ഭയങ്കരമായി തളർത്തും. അതേപോലെയാണ് ഇതും. കുടുംബത്തിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതേ കണ്ണിലൂടെ ചില ആളുകൾ കാണും. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി മറ്റൊരു സഹോദരിയുടെ മകന് വിഷം കൊടുത്തത് ഐസ്ക്രീമിൽ, നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇവർ തമ്മിലുള്ള വൈരാഗ്യമാണ്. അതുകൊണ്ട് ആ കൊച്ചിനങ്ങ് ഇതാക്കിയാൽ എന്താ ചെയ്യുക, മനുഷ്യൻ്റെ ഒരു ചിന്ത പോന്ന പോക്ക്. അപ്പോൾ ഇവിടെ ഈ പല കുട്ടികളും ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകാനുള്ള കാരണം ഭയങ്കരമായ വിഷമം. അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും, എത്ര മോട്ടിവേഷൻ ചെയ്താലും, എത്ര നല്ല നല്ല സംസാരങ്ങൾ അവരെ കേൾപ്പിച്ചാലും അവർ ആ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് വരാത്തത് പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ ഭയങ്കരമായ മുറിവ്, ആയത്തുള്ള മുറിവ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നല്ല സ്നേഹത്തോടെ, ഐക്യത്തോടെ ഉണ്ടായ ആളുകളായിരിക്കും. ആ കുട്ടിയെ സ്വന്തം അമ്മ നോക്കുന്നത് പോലെ, സ്വന്തം മാതാവും പിതാവും നോക്കുന്നത് പോലെ സ്നേഹിച്ച ആളുകളായിരിക്കും കുടുംബത്തിലുള്ള മറ്റു ആളുകൾ. പക്ഷേ അവർ കുടുംബപരമായി തെറ്റിയ സമയത്ത് ഈ കുട്ടിയുമായും തെറ്റും. കുട്ടിയുമായി കാണില്ല, മിണ്ടില്ല, സംസാരിക്കില്ല, ഒരു നല്ല ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള തലോടലുകളും ചുംബനങ്ങളും നൽകില്ല. ഒരു വെറുപ്പ്, ആ കുട്ടിയോടും വെറുപ്പ്, ആ മാതാവിനോടും പിതാവിനോടുമുള്ള വെറുപ്പ് ആ കുട്ടിയോട് കാണിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾ, ആ പ്രയാസപ്പെടുത്തലുകൾ ആ കുട്ടിയെ മാനസികമായി തളർത്തുന്നെന്ന് മാത്രമല്ല, അവൻ്റെ പഠനത്തിലും അവൻ്റെ ബാക്കി ഭാവി ജീവിതത്തിൽ വരെ ഭയങ്കരമായ പ്രയാസത്തിലേക്ക് അത് കൊണ്ടുപോകും. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുട്ടികളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ നമുക്ക് മറ്റുള്ള കുട്ടികളെ സ്നേഹിക്കാൻ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ അയൽപക്കത്തിൽപ്പെട്ട കുട്ടികളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ പറയും, അയൽവക്കത്തെ കുട്ടികളായിട്ട് നമുക്ക് ഭയങ്കരമായ ബന്ധമുണ്ട്. ചില കുട്ടികളായിട്ട് അവരെ നമ്മൾ അടുപ്പിക്കും, നമ്മളെ കുട്ടികളെ പോലെ, നമ്മളെ മക്കളെ പോലെ നോക്കും. പക്ഷേ എന്തെങ്കിലും അയൽക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ പിന്നെ ആ കുട്ടിയുടെ കളിക്കാൻ വന്ന പ്രശ്നം, ഒന്ന് മുറ്റത്ത് കയറിയ പ്രശ്നം, ഒന്ന് കുള്ളിൽ കയറിയ പ്രശ്നം, ചളിയാക്കിയ പ്രശ്നം, ഒന്ന് പൈപ്പ് തിരിച്ച് ലേശം വെള്ളത്തിൽ നിന്ന് കാലാന്ന് കൈപ്പോയ പ്രശ്നം, അങ്ങനെ പല സംഭവങ്ങൾ നടക്കാറുണ്ട് നാട്ടിൽ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ആ ഒരു കുട്ടികളോട് നമ്മൾ ഒരിക്കലും ആ വൈരാഗ്യം കാണിക്കരുത്, ആ വിദ്വേഷം കാണിക്കരുത്, ആ ദേഷ്യം കാണിക്കരുത്, ആ വെറുപ്പും ആ പകയും ഇതൊന്നും കുട്ടികളോട് കാണിക്കരുത്. എന്താ, നമ്മുടെ കുട്ടികൾ വളരാൻ പോകുന്നു, നമ്മുടെ കുട്ടികൾ വലുതാകാൻ പോകുന്നു. നമ്മുടെ കുട്ടികളോട് അത് മറ്റുള്ളവർ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ എത്രമാത്രം വേദനിക്കും അല്ലേ? ഓരോ ആൾക്കും നമ്മൾ ചങ്കാണ്, നമ്മളെ ഹൃദയത്തിൻ്റെ അല്ലേ, ഫാത്തിമത്തു ബില്ലത്തു മിന്നി, ഫാത്തിമത്തു കിത്തത്തു കബിലി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, ഫാത്തിമ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ. അതുപോലെ ഓരോ ആളുകളും മക്കൾ, നമുക്ക് അങ്ങനെയാണ് നമ്മുടെ മക്കൾ. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ മക്കളെ അതുപോലെ കാണണം. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതെ, അവരുടെ മകൻ, അവരുടെ മകൾ, അവരുടെ കുട്ടികൾ, ആ വീട്ടിൽ വളർന്ന കുട്ടികൾ, അവർക്ക് അതുപോലെ അവരെ വേദനിപ്പിക്കുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് അങ്ങ് വിട്ട് കളയപ്പെടുമെന്ന്? അതിൻ്റെ വിപരീത പദം, അതിൻ്റെ വിപരീത ഫലം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് വരികയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഈ പ്രകൃതിയുടെ നിയമമുണ്ട്, കമാ തദിരി തുദാ എന്ന് പറയും അറബിയിൽ. കമാ തദിരി തുദ, നിങ്ങൾ എന്തും നൽകിയോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ അവരോട് വെറുപ്പും വിദ്വേഷം കാണിക്കുമ്പോൾ, പകയും അസൂയയും കാണിക്കുമ്പോൾ, അവർ നശിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ ശാഠ്യം പിടിക്കുമ്പോൾ അതൊക്കെ തിരിച്ചു വരും. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് അവരോട് കുടുംബപരമായ മറ്റും വല്ല വൈരാഗ്യമോ ദേഷ്യമുണ്ടെങ്കിൽ പോലും അവരുടെ മക്കളൊരു തെരി പോലും കാണിക്കാൻ നമ്മുടെ മനസ്സൊരിക്കലും അനുവദിക്കാതിരിക്കട്ടെ. നമ്മുടെ മക്കളെ പോലെ അവർ നമ്മൾ സ്നേഹിക്കാൻ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മക്കളെ, അയൽഭക്ത മക്കളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. അതിനുള്ള മനസ്സ് നമുക്ക് ദൈവം നൽകുമാറാകട്ടെ.